നമസ്കാരം. കോട്ടയത്തെ കുന്നംപള്ളിക്കര 1500 വർഷത്തിന് മേൽ പഴക്കമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് തിരുവാർപ്പ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. വനവാസകാലത്ത് ആരാധിക്കുവാനായി പാണ്ഡവർക്ക് ശ്രീകൃഷ്ണനാൽ നൽകപ്പെട്ട മഹാവിഷ്ണു വിഗ്രഹം വനവാസശേഷം ദ്രൗപദിക്ക് കൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കി. മുക്കുവരുടെ വലയിൽ കുടുങ്ങിയ വിഗ്രഹം അവർ നാട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അനർത്ഥങ്ങൾ സംഭവിച്ചതിനാൽ അവർ വിഗ്രഹം വീണ്ടും കടലിൽ നിക്ഷേപിച്ചു. വർഷങ്ങൾക്ക് ശേഷം വില്ലുമംഗലം സ്വാമിയാർ വള്ളത്തിൽ സഞ്ചരിക്കവേ വള്ളം എന്തിലോ ഒടുക്കി. ഇറങ്ങി പരിശോധിച്ചപ്പോൾ വെള്ളത്തിൽ നിന്നും വിഗ്രഹം ലഭിച്ചു. സ്വാമിയാർ വിഗ്രഹവുമായി യാത്ര തുടർന്നു. ക്ഷീണം തോന്നിയതിനാൽ വള്ളം കരയ്ക്കടുപ്പിച്ച് വിശ്രമിക്കാനൊരുങ്ങി. വിഗ്രഹം അടുത്ത് കണ്ട വാർപ്പിൽ വച്ചു. ഉറക്കമുണർന്ന സ്വാമിയാർ വിഗ്രഹം എടുത്ത് യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ വിഗ്രഹം എടുക്കാൻ പറ്റാതായി. ആളുകൾ കൂടി. സ്ഥലം ഉടമയായ കുന്നംകരി മേനോൻ ഇവിടം ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ വാർപ്പിലുള്ള ഭഗവാന്റെ പ്രതിഷ്ഠ ഉള്ളതിനാൽ കുന്നംപള്ളിക്കര പിന്നീട് തിരുവാർപ്പായി. കോട്ടയം, ആലപ്പുഴ ജില്ലക്കാർക്ക് പ്രസിദ്ധമാണ് ഇവിടുത്തെ ഉത്സവം. മേടത്തിലെ ആദ്യ 10 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് വിളക്കട എന്ന വിളക്കെടുപ്പ്. 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ബാലികമാർ 10 ദിവസം വ്രതമെടുത്ത് കുളിച്ചൊരുങ്ങി കുറി തൊട്ട് വിവിധ വർണ്ണത്തിലുള്ള കുങ്കുമ പൊട്ടണിഞ്ഞ് സർവ്വ ആഭരണങ്ങളും അണിഞ്ഞ് 5 തിരിയിട്ട വിളക്കെടുത്ത് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു. വിളക്കിനും പ്രത്യേകതയുണ്ട്. വള്ളത്തിൻ്റെ ആകൃതിയിൽ ചെത്തിയുണ്ടാക്കിയ പലകത്തട്ടിലാണ് വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. വിളക്കേന്തുന്ന ഗോപികമാർ ക്ഷേത്രത്തിന് സമീപത്തെ വീടുകളിലാണ് ഉത്സവകാലം മുഴുവനും കഴിയുന്നത്. ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ദിവസം 5-ാം പുറപ്പാടാണ്. അന്ന് ബാലികമാർ ചുവന്ന പട്ടാണ് ധരിക്കുന്നത്. ക്ഷേത്രത്തിൽ അന്ന് ആനയോട്ടവും ഉണ്ടാകും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഉദയാൽപരം എന്ന കണക്കനുസരിച്ച് വെളുപ്പിന് 2 മണിയോടടുത്ത സമയത്ത് നട തുറന്ന് ഭഗവാന് അഭിഷേകം നടത്തി ഉഷപായസം നേദിക്കുന്നു. 5 നാഴി അരി, 10 പലം ശർക്കര, 5 തുടം നെയ്യ്, 5 കൊട്ടത്തേങ്ങ എന്നിവയാണ് ഉഷപായസത്തിൻ്റെ ചേരുവകകൾ. കംസവധം കഴിഞ്ഞ് അത്യധികം വിശപ്പോടെ എത്തിയ ഭഗവാന് പായസം നൽകി വിശപ്പടക്കിയെന്ന ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പല സവിശേഷതകളും പ്രത്യേകതകളും തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുണ്ട്. അവയൊക്കെ പിന്നീട് പറയാം. ഇനി മറ്റൊരു കാഴ്ചയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.